ആരെ കാണാൻ പായാനാ? എൻ്റെ മാനസപ്പെണ്ണെ, നീ ഇന്ന് ഇത്ര നേരത്തെ വന്നോ? പിന്നല്ലാതെ, ഇന്നലെയല്ലേ ദേവമ്മ എൻ്റെ മക്കൾ ഇന്ന് വരികയാണേ പറഞ്ഞ് പാട്ട് പാടി നടന്നേ. അപ്പം പിന്നെ ഞാനെങ്ങനെ വരാതിരിക്കാം? പണിയൊക്കെ കഴിയണ്ടേ? അത് പറഞ്ഞിട്ട് നിനക്ക് മെല്ലെ വന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ ചെയ്യില്ലേ ഇവിടുത്തെ പണിയൊക്കെ? ആ, അതോട് തന്നെ ഞാൻ വേഗം വന്നേ. എന്താ ചിരിക്കുന്നേ? ഇനിയിപ്പോൾ നമ്മളെയൊന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. മോൾ വരികയല്ലേ? അങ്ങനെ പറയല്ലേ. അവനാരാ? അവനോട് പോവാൻ പറയേ. ഓ, നിങ്ങളൊന്നും പറയണ്ട. 24 മണിക്കൂറും മാനസേ മാനസേ വിളിച്ച് നടക്കുന്ന ആൾക്ക് ഇനി എന്നെ ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല അറിയാം. അതെന്താ മാനസപ്പെണ്ണെ അങ്ങനൊരു ടോക്ക്? എന്താണ് ഇവിടെ അടുക്കളയില് രാവിലെ തന്നെ ഒച്ചയും ബഹളവും ഒക്കെ? അത് ഈ കുശുമ്പിന്റെ ഓരോ കാര്യങ്ങളെ. അല്ല മഹിയച്ച, നേരം വെളുക്കാത്തിന് മുമ്പ് നിങ്ങൾക്ക് എന്താ ഓഫീസിൽ കാര്യം? അവിടുത്തെ സെക്യൂരിറ്റി പണി ഏറ്റെടുത്തോ? ഓടി പെണ്ണെ, കളിയാക്കാതെ. പിന്നല്ലേ, അമ്മയ്ക്കുള്ള മരുന്ന് ഞാൻ അവിടെ മരുന്ന് ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോയി വാങ്ങണേ, മറക്കണ്ട. ഇന്ന് ശരി, ഞാൻ പോയി. മഹിയച്ച പോയി. എന്റെ ദൈവമ്മ ഇങ്ങനെ? അതൊക്കെ ഞാൻ വാങ്ങിച്ചോളല്ലോ. നീ ആയി, നിന്റെ മഹിയച്ചനായി. ഇതിലെനിക്ക് പങ്കില്ല. അങ്ങേരോട് പോയി പറഞ്ഞു. അങ്ങേരെ പിരിയേറ്റി വിടുന്നതേ നിങ്ങളാണെന്ന് എനിക്കറിയാം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഓ, നീ ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാറില്ലല്ലോ. അപ്പോ നീ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല, അത്ര തന്നെ. ഓ ആയിക്കോട്ടെ, മാറി നിൽക്ക് തള്ളേ അങ്ങോട്ട്. ഞാൻ ചെയ്തോളാം ഇതൊക്കെ. നിങ്ങൾ എന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ പണിക്ക് വെച്ചേക്കുന്നേ? നിന്നെ കണ്ടോണ്ടിരിക്കാൻ. ഓ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ, മകൻ വരുന്നോണ്ട്. ഓ, ഈ കുശുമ്പിനെ കൊണ്ട്. ആ പായസം നേരെ ഇളക്ക് പെണ്ണെ, അടി പിടിക്കാതെ. ദേവമ്മ, അവർ വന്നുവെന്നാ തോന്നണേ. ഒരു കാർ മുറ്റത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നേ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോനെ മനു. അതെന്താ വല്യമ്മേ, നിങ്ങളെ മോനെ മാത്രം കണ്ണി പിടിക്കുള്ളൂ? മോനെ മാനു. എന്താ ദേവുട്ടിയെ? മിതു. ആ, അപ്പൊ എന്നെയും കാണാല്ലേ? കാണാതിരിക്കാൻ മാത്രം എന്റെ കണ്ണടിച്ചു പോയിട്ടൊന്നും ഇല്ല മിതുവേ. ഓഹോഹോ, ഞാൻ വിചാരിച്ചു ദേവമ്മന്റെ ഇള്ള പവറും പോയി ഉണ്ടാവുന്നു. വയസ്സായി വരികയല്ലേ? നിന്റെ തള്ളക്കാടാ വയസ്സായി വരുന്നത്. ആ, ഇപ്പോഴാണൊന്ന് ശരിയായത്. ഇവിടുത്തെ കാര്യസ്ഥൻ ഞങ്ങൾ വരികയാണെന്ന് അറിഞ്ഞിട്ടും ഓഫീസിൽ പോയി അല്ലേ? പിന്നെ ഒരു ദിവസം പോലും പോവാതിരിക്കാൻ പറ്റില്ല. ഓഫീസേ പറഞ്ഞ് ജീവിക്കുന്ന ആളാ. മൈ വർക്കഹോളിക് ഡാഡി. നീ കൂടുതൽ ചിരിക്കണ്ട. നിങ്ങളെല്ലാവരും അങ്ങനെ ബാക്കിയാ. എന്റെ മാനസം കൊണ്ടുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ആ, അത് ശരിയാ. ആളെവിടെ? എപ്പോ ഫോൺ വിളിച്ചാലോ അവളെ കുറിച്ച് പറയാൻ അമ്മയ്ക്ക് സമയമുള്ളൂ. അവളൊന്ന് കാണണം എനിക്ക്. കാണാൻ മാത്രം ഇപ്പൊ എന്തായിരിക്കുന്നേ? നിങ്ങളൊക്കെ പണ്ട് കളിച്ച് വളർന്നവരല്ലേ. അത് പറഞ്ഞിട്ട് പണ്ടാ ഷെഡിട്ട് കുലുങ്ങി നടന്ന പോലെ ആവില്ലല്ലോ അവളിപ്പൊ നടക്കുന്നേ. എടപ്പോടാ, അവളെ മുമ്പിൽ വെച്ചതൊന്നും പറയണ്ട. അവളെ നിന്നെ ചുമരേ കേറ്റും. ആ ദൈവമ്മ, ഫുഡൊക്കെ ആയി. ഫുഡ് വിളമ്പാൻ എടുത്ത് വെക്കട്ടെ. മോളെ മാനസേ, നിനക്ക് ഇവർക്ക് ആരാന്നറിയില്ലേ? ആ, ദേവമ്മ പറഞ്ഞിട്ടറിയാം, അല്ലാതെ അങ്ങനെ അറിയില്ല. ആ, പണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഓർമ്മയില്ലാത്ത. നിനക്ക് എന്നെ അറിയില്ലേ മനസ്സേ? ആ, ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്.
ഔ ഭാഗ്യം, ചെറുതായിട്ടെങ്കിലും ഉണ്ടല്ലോ. അല്ല മാനസേ, നിനക്ക് മാനവന് ഓർമ്മല്ലേ? ഇല്ല. അശ്വടാ പാവ മാനവ്, പോടാ തെണ്ടി. ഞാനാ മാനവ്. ആ അല്ല, നിങ്ങൾക്ക് ഫുഡ് കഴിക്കണ്ടേ? ആ അത് ശരിയാ, വേഗം ഫ്രഷ് ആയിട്ട് വായോ എന്നാല്, എന്നിട്ട് ഫുഡ് കഴിക്കാം. എൻ്റെ അമ്മേ, എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയേ? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോടാ, മാനസമോൾ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടൊക്കെ വേഗം കഴിഞ്ഞു. വന്നിരിക്കും മാനസേ, ഇന്നെന്താ ഇത്ര ഫോർമാലിറ്റീസ് ഒക്കെ? ഇവര് വന്നോണ്ടാണോ? അയ്യേ, ഞങ്ങളെ കണ്ടിട്ട് ഫോർമാലിറ്റീസ് ഒന്നും കാണിക്കണ്ടോ, ഞങ്ങൾ വെറും കച്ചറകളാ, ലുക്കിലില്ലെന്നുള്ളൂ. എന്റെ മിതുവായിട്ടാ, ഇപ്പോഴും സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലല്ലോ. അപ്പൊ നിനക്കെന്നെ ഓർമ്മ ഉണ്ടല്ലേടി കള്ളി? ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കിങ്ങനെ എന്നെ ഓർമ്മ? അയ്യോ, നീ ആ ചെറുപ്പത്തെ ഷെട്ടിട്ട് നടക്കണത് മറക്കാൻ പറ്റുമോ മോളെ? അത് പറയണത് നിർത്തിക്കോട്ടോ, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇവിടെ ദേവോമനെ തന്നെ ഞാനിപ്പോ ഒതുക്കിയുള്ളൂ. അയ്യോ, ഞാൻ നിർത്തി, എനിക്കെന്റെ ജീവനിൽ കൊതിയുണ്ടേ. മാറി നിക്കോ? പോയിക്കോ. മാറി നിന്നാലല്ലേ പോവാൻ പറ്റുള്ളൂ. എന്നാ നീ പോവണ്ട. ഇച്ചേ കളിക്കാൻ നിക്കല്ലേ, എനിക്ക് പോണം. മാറ്. ഞാൻ പറഞ്ഞു എന്നെ തട്ടി മാറ്റിയിട്ട് പോയിക്കോന്ന്. അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ അങ്ങനെ പോയിക്കോ. എന്താ നിങ്ങക്ക് വേണ്ടേ? എന്ത് ചോദിച്ചാലും നീ തരോ? ദേ, ഒരുമാതിരി മറ്റേടത്ത് സംസാരം എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത്. മാറി നിൽക്കാം അങ്ങോട്ട്. ഇപ്പൊ പറയടി, നിനക്കെന്നെ അറിയില്ലേ? എന്നെ വിട്ട്. നിന്നോട് പറയാനാ പറഞ്ഞേ. എന്തും നേരെ പറയടി. അറിയാം, ഇനി എന്നെ വിട്ട്. പിന്നെ നീ എന്തിനാ അപ്പൊ അറിയില്ല പറഞ്ഞ? ഒന്നുമില്ല. അതിന് മാത്രമുള്ള ബന്ധേ നമ്മൾ തമ്മിലുള്ളോ? ആ, അത് മാത്രമേ ഉള്ളൂ. നിനക്കത് ഓർമ്മയില്ലാത്തതാണോ അതോ ഓർമ്മയില്ലാത്തതായി അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാനസേ. ഞാൻ അതെല്ലാം മറന്നു. അതൊക്കെ ചെറുപ്പത്തിലൊരു തമാശയായി മാത്രമേ ഞാൻ കണക്കൂട്ടിയിട്ടുള്ളൂ. ഇനി അത് പറഞ്ഞ് എൻ്റെ ബാക്കിൽ നടക്കരുത് പ്ലീസ്. നീ കള്ളം പറയാണെന്ന് വ്യക്തമായി നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട്. ഒരിക്കലുമില്ല, അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഞാനിപ്പോൾ ഇവിടെ പണി ചെയ്യുന്നൊരു കുട്ടി മാത്രമാണ്. അതിൽ കൂടുതൽ വേറെ ഒരു സ്ഥാനവും എനിക്കിവിടെ ഇല്ല. ആ രീതിയിൽ എന്നെ കണ്ടാലും മതി. അപ്പോൾ ഇത്രയും കാലം നിന്നെ കാത്തിരുന്ന ഞാൻ പൊട്ടനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്നെ കാത്തിരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. ശരിയാ, ഞാൻ ആ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്താ നിന്നോട് അതൊക്കെ പറഞ്ഞിട്ട് പോയത്. അത് പറഞ്ഞ് തീരെ ബോധമില്ലാത്തൊരു സമയമായിരുന്നില്ല. പറഞ്ഞ വാക്ക് പാലിക്കാൻ അറിയുന്ന ഒരാളാണ് ഞാൻ. നിനക്കത് തമാശയായിട്ടാണോ ഇപ്പോഴും തോന്നുന്നത്? തമാശയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായേനെ. ഇത്രയും കാലം ഞാൻ അവിടെ ജീവിച്ചിട്ടും ഒരാളെ പോലും നിന്റെ സ്ഥാനത്ത് കണക്കാക്കാതിരുന്നത് നീ എന്നൊരാൾ ഇവിടെ എനിക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെയാണ്. പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഞാനൊരു പൊട്ടൻ ഇതെല്ലാം വിശ്വസിക്കാനും
എന്താ നോക്കുന്നേ? ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞെന്നുള്ളൂ. പൊയ്ക്കോ, ഞാനായിട്ട് ആരെയും തടഞ്ഞു നിർത്തുന്നില്ല, എൻ്റെ ജീവിതത്തിലായാലും. എന്താ മോളെ മുഖത്തൊരു സങ്കടം പോലെ? അങ്ങനെയൊന്നുമില്ലമ്മ. അമ്മയ്ക്ക് തോന്നിയതാവും കേട്ടോ. മാനവനോട് നീ ഇന്ന് സംസാരിച്ചു അല്ലേ? അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? എൻ്റെ മോളുടെ മുഖം മാറിയ ഈ അമ്മയ്ക്ക് അറിയില്ലേ? എന്നിട്ട് നീ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞു. നിന്റെ ജീവിതമാണ്, നിന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് അതിലമ്മ ഒന്നും പറയാൻ വരുന്നില്ല. പക്ഷേ ഇതെല്ലാം അമ്മ കാരണമാണെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മോളിൽ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. അയ്യേ, എന്തൊക്കെയാ അമ്മ പറയുന്നേ? കിടന്നുറങ്ങ തള്ളേ, ചന്ദ്രമഴ കളിക്കാതെ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അമ്മ കിടന്നോ. പിന്നെന്താ ഈ നോക്കിയിരിക്കുന്നേ? കിടക്കെൻ്റെ കമലേ, ഞാനിപ്പോൾ വരാം കേട്ടോ. ഉറങ്ങിക്കോ. നിക്ക് പെണ്ണെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മനുവേട്ടാ, പറയ് വേഗം, നമുക്ക് കളിക്കണ്ടേ? അത് ഞാൻ പറയട്ടെ? പറയേട്ടാ. നീ ഈ കാര്യം ആരോട് പറയല്ലേ. എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് വലുതായി കല്യാണമൊക്കെ കഴിക്കണം. ഞാൻ ഇന്നോടൊന്ന് പോകും പറഞ്ഞില്ലേ പഠിക്കാൻ വേണ്ടി. നീ എനിക്കായി കാത്തിരിക്കില്ലേ? നിനക്കെന്നെ ഇഷ്ടല്ലേ? എനിക്ക് ഏട്ടനെ ഇഷ്ടം. ഏട്ടൻ വേഗം വരില്ലേ? ഞാൻ വേഗം വരാം. എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞാ നീ എനിക്കായി കാത്തിരിക്കില്ലേ? ഉറപ്പായും, സത്യം. ഏട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്നെ മറക്കല്ലേ? ഒരിക്കലും ഈ വാക്ക് മാറ്റല്ലേ. ഞാൻ ഉറപ്പായും നിന്നെ തേടി വരും. അങ്ങനെ ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിപ്പിച്ചു. എന്താ ദൈവമേ എന്നിങ്ങനെ നോക്കി നിൽക്കുന്നേ? ചന്ദനക്കുറി കിട്ടണല്ലോ. ഇന്ന് അമ്പലത്തിൽ പോയോ നീ? അത് പോയി. സാധാരണ നിനക്കെന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലാണല്ലോ നീ അമ്പലത്തിൽ പോകാറ് എന്നാണല്ലോ നിന്റെ അമ്മ പറയാറ്. എന്ത് പറ്റി? അങ്ങനെയൊന്നുമില്ല. എനിക്ക് പോവാൻ തോന്നിയപ്പോൾ ഞാൻ പോയി, അത്ര തന്നെ. മഹിയച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ മനസ്സേ, എന്താ ഒരു മുഖവരയൊക്കെ? അത് മഹിയച്ച, ഇനി ആ മരുന്ന് മഹിയച്ച വാങ്ങി ബുദ്ധിമുട്ടണ്ട, ഞാൻ വാങ്ങിക്കോളാം. അതൊക്കെ അമ്മേൻ്റെ കാര്യം എനിക്ക് തന്നെ നോക്കണമെന്നൊരാഗ്രഹം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തൊരു വീട്ടിൽ ജോലി നോക്കിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വലിയ പണിയൊന്നുമില്ലല്ലോ, അതിനു മുമ്പ് ഞാൻ തീർത്തിട്ട് പോയിക്കോളാം. ഇപ്പം എന്താ മോളെ ഇങ്ങനെയൊക്കെ? എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ നീ എന്തിനാ വേറെ ഉള്ളവരുടെയൊക്കെ പണിയൊക്കെ നോക്കുന്നത്? അതെ, ഇനി നിനക്ക് ഇവിടുത്തെ പൈസ തികഞ്ഞിട്ടാണെങ്കിൽ ഇനി അത് കൂട്ടിത്തരാം. വെറുതെ വേറെ ഉള്ളവിടെ ഒന്നും പണി വാങ്ങിക്കൂട്ടണ്ട. അതല്ല ദൈവമേ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരുന്നത് കൂടുതലാ. അതിന് കൂട്ടൊന്നും വേണ്ട.
പിന്നെ ആ വീട്ടിൽ ചെറിയ പണി തന്നെ ഉള്ളൂ, ഒന്ന് ചുറ്റുപാട് അടിച്ചു വരാം, അത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാമെന്ന്. നീ എന്തിനാ മോളെ അതൊക്കെ ചെയ്യാൻ പോകുന്നേ? ദൈവമേ, എനിക്കെൻ്റെ അമ്മനെ നോക്കണം. അതും ഞാൻ നീറൊഴുക്കുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ചികിത്സിക്കണം. എനിക്കല്ലാതെ വേറൊന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞ്, എന്നൊന്ന് മനസ്സിലാക്ക്. ദേവു, അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അതിൽ നമ്മളായിട്ട് കോലാഹലം ഉണ്ടാക്കണ്ട. മോളെ എന്താ പറഞ്ഞാൽ മതി. എന്ത് സഹായത്തിന് ഞാനിവിടെ ഉണ്ടാവും. മഹേച്ച, നീ എന്നെ മഹിയച്ചാന്ന് വിളിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ നീ ഞങ്ങൾക്ക് മോളാണ്. നീ ഒരു ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ പെടയുന്നത് എൻ്റെ ഇവളുടെ മനസ്സാ. ഞങ്ങൾ അങ്ങനെയാണ് നിന്നെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നീ ഞങ്ങൾ ആ ഒരു സ്ഥാനത്തല്ലാന്ന് ഇപ്പം മനസ്സിലായി. മഹേച്ച അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം അച്ഛനമ്മയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാളെ ബാക്കിലും അമ്മ അച്ഛാന്ന് വിളിച്ച് ഇത്ര സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നത്. നീ ഞങ്ങളെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ നീ ഇനി ആ പണിക്ക് പോകണ്ട. ശരി, ഞാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങൾ മാത്രം മതി. ഇനി ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ. രാവിലെ തന്നെ എന്നെ ഇമോഷണലി അറ്റാക്ക് ചെയ്ത് കരയിപ്പിച്ചതും പോരാ, എൻ്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു പൊളിഞ്ഞ്. കേട്ടോ തള്ളെ? ഓ പോട്ടടാ, ഇനി അടുത്ത വിട്ടം പിടിക്കാം. നിങ്ങൾക്ക് ഇന്ന് സെക്യൂരിറ്റി പണിയൊന്നും ഇല്ലേ തന്റെ ഓഫീസിൽ? വെറുതെ നോക്കി നിൽക്കാതെ പോവാൻ നോക്ക്. ഓ ഞാൻ പോവാണേ. അവളോളുടെ ഒരു ഒണ്ണക്ക മാസ്റ്റർ പ്ലാനും പൊളിഞ്ഞത് നന്നായിടി. ദൈവമ്മ, നിങ്ങൾക്ക് വിധവയായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവു, ഞാൻ പോയിട്ടോ. ഹലോ ഗേൾസ്. മാളു, യു again? നീ എന്തോടി ഇവിടെ? അതെന്താ മമ്മീച്ചി അങ്ങനെ ഒരു ഡോക്ക്? അവിടെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ചേച്ചി? ഒന്നെന്നെ തിരിച്ചു വിളിച്ചുവിടായിരുന്നു. സ്വന്തം ഇഷ്ടത്തിന് നാട് ചുറ്റണം പറഞ്ഞ് ഇറങ്ങി പോയതും പോരാ, എന്നിട്ട് അവിടെ നിന്ന് പ്രസംഗം പറയുന്നു. ഈ തള്ളനെ കൊണ്ട് മാറി നിൽക്കാം അങ്ങോട്ട്, മൂട് കളയാനായിട്ട്. എൻ്റെ ചുട്ടുമണി, എൻ്റെ ചുണ്ടപ്പി. എന്ത് പിന്നെ മെലിഞ്ഞു പോയല്ലോ? ഈ തള്ള എന്താ അതിനെ പട്ടിണി കേട്ടാണോ പണിയെടുപ്പിക്കണേ? ആടി, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു തെരുവ് പട്ടി വന്ന് കയറിയിട്ടുണ്ട്. ഇനി അവളെ കൊണ്ടാവാം പണിയെടുപ്പിക്കൽ. യു കോൾ മീ അയാന്ത തെരുവ് പട്ടി? പോർന്ന്, ഞാൻ മിണ്ടൂല. ഓ, ഈ കുരിശ് കെട്ടിയെടുത്തോ? അതേതാ പട്ടി? ഓ, ഈ പട്ടി ഫോറിൻ ഇറക്കുമതി ചെയ്ത പട്ടി. എന്താടി നിനക്കത്ര പുച്ഛ എന്നോട്? 100% പുച്ഛമാണ് എനിക്ക് നിന്നോട്. എന്തേ? വേണ്ട, അത് വേണ്ട. വെറുതെ അല്ലടി വല്യമ്മ നിന്നെ തിരിച്ചു വിളിക്കാതിരുന്നേ. അത്രയും ദിവസം അവർക്ക് നല്ല സമാധാനം ഉണ്ടാവും. അതിന് നീയല്ല ഞാൻ. രണ്ടാളും ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുന്നു, അതോ ഞാൻ ചവിട്ടി പുറത്താക്കണം? ഓ, ഈ അമ്മനെ കൊണ്ട് ഞാൻ പോയി. നീയും പോയിക്കോ മനസ്സേ, നിങ്ങൾക്ക് കുറേ സംസാരിക്കാനുണ്ടാവില്ലേ? ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കോളാം ദൈവമേ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിന്നോട് പോവാനാ പറഞ്ഞേ. ഓ, ഈ തള്ളനെ കൊണ്ട് ഞാൻ പോയി. എന്തടി വയ്യ എന്നക്ക്? വന്നോ? എന്താ വരാഞ്ഞേന്ന് കാത്തിരിക്കായിരുന്നു. പുതിയ പാട്ടാടി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പിന്നെ അമേസിങ്. എന്ത് ചെയ്യാനാ, ഇനിയും ഉണ്ടോ? നിനക്ക് ഞാൻ പാടിത്തരാം. അയ്യോ, അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊന്നും നമുക്ക് പോവണ്ട. നിനക്ക് ഞാൻ പാടിത്തരും. അത് വിട്. നീ ഏട്ടനെ കണ്ടോ? കണ്ടു. എന്നിട്ട് എന്തായി? സെറ്റായില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ ചെറുക്കനാന്ന്. നീ കണ്ടപ്പോൾ എന്ത് തോന്നി? അത് പിന്നെ ഏട്ട കൊച്ചു ചെലവ് വേണം കേട്ടോ. എന്തിന്?
എന്താ ഏട്ടാ ഒന്നും അറിയാത്തതുപോലെ? നിങ്ങൾ സെറ്റായില്ലേ? ആദ്യം നീ നിന്റെ ഫ്രണ്ടിനോട് നേരെ ഒന്ന് സംസാരിക്കേ. എടി അത് പിന്നെ അതൊക്കെ ഞാൻ വേണ്ട വെച്ചു. ഒന്നും വേണ്ടടി. എന്താ നിനക്ക് പറ്റിയ പെണ്ണെ? ശരിക്കും എന്തൊക്കെയോ പറ്റിപ്പോയിടി. എനിക്കറിയില്ല ഞാൻ എന്തിനാ ഈ ജീവിതം ജീവിക്കുന്നതെന്ന് പോലും. എൻ്റെ മനസ്സിൻ്റെ താളത്തിലില്ലടി. നീ ഓക്കെ അല്ലേ? അത് എനിക്കറിയില്ല. നിനക്ക് ഏട്ടനെപ്പോഴും ഇഷ്ടമല്ലേ? അല്ല, അതൊക്കെ ഞാൻ ചെറുപ്പത്തെ ഒരു തമാശയായി മാത്രം കണക്ക് കൂട്ടിയിട്ടുള്ളൂ. നീ എത്രയൊക്കെ കള്ളം പറഞ്ഞ് ഈ സ്നേഹം മൂടാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകളിൽ വ്യക്തമാണ് നിനക്ക് അവനോടുള്ള പ്രണയം. ഞാൻ പോവാ, നമുക്ക് പിന്നെ കാണാം. നീ കള്ളം പറയാണെന്ന് വ്യക്തമായി നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട്. നീ എത്രയൊക്കെ കള്ളം പറഞ്ഞ് ഈ സ്നേഹം മൂടാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകളിൽ വ്യക്തമാണ് നിനക്ക് അവനോടുള്ള പ്രണയം. സ്വപ്നമായിരുന്നു. ഇല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും വേണ്ട. കാത്തിരിക്കും നിനക്കായി ക്ഷമാപൂർവം നീയായി തന്നെ എന്നിൽ വന്ന് ചേരുന്നതിന് വേണ്ടി. അതിപ്പോൾ എത്ര ദിവസമായാലും എത്ര വർഷമായാലും. ഇങ്ങനെയാണ് ചില പ്രണയങ്ങൾ. എത്രയൊക്കെ മൂടി വെച്ചാലും നമ്മളറിയാതെ മറ്റൊരു രീതിയിൽ അത് പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. പ്രണയം എന്നൊരു മഹാസാഗരം. ചിലർക്ക് മടുക്കുവോളം, ചിലർക്കോ മരിക്കുവോളം.